എറണാകുളം മണ്ഡലത്തിനായി ഇതുവരെയുള്ള എംഎൽഎമാർ ഒന്നും ചെയ്തിട്ടില്ലെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി PR ശിവശങ്കർ. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കൊണ്ട് മാത്രമാണ് എറണാകുളം നഗരം നിലനിൽക്കുന്നത്. ബിജെപിയുടെ നേതൃത്വത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വികസന മാതൃക എറണാകുളത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും PR ശിവശങ്കർ വ്യക്തമാക്കി. നിഷ ദിലീപിന്റെ റിപ്പോർട്ടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. സ്ഥാനാർത്ഥികളെല്ലാം തിരക്കിട്ട പ്രചാരണത്തിലാണ്. എറണാകുളം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി PR ശിവശങ്കരനാണ് നമുക്കൊപ്പം ചേരുന്നത്. പ്രചാരണം ഇപ്പം മൂന്നാം ഘട്ടം തന്നെ നമുക്ക് പറയാമല്ലേ, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇപ്പോൾ കുറേ ദിവസം നടത്തിയ പ്രചാരണത്തിൽ എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത്? പൊതുവെ ജനങ്ങൾ ഒരു മാറ്റത്തെ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഇരു മുന്നണികളുടെയും വികസന വിരുദ്ധ നയങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ അവരുടെ ഈ രാഷ്ട്രീയമായ ചില നീക്കുപോക്കുകൾ, മതേതര രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അതേസമയം തന്നെ മത തീവ്രവാദ ശക്തികളുമായി ചേർന്നുകൊണ്ട് നടക്കുന്ന പ്രവർത്തനത്തെ അതിശക്തമായി അവരുടെ മനസ്സിൽ എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലുടനീളം വികസനത്തിന് അനുകൂലമായ, മോദിയുടെ വികസന രാഷ്ട്രീയത്തിന് അനുകൂലമായ ഒരു വലിയ വേവ് ഞാൻ കാണുന്നുണ്ട്. അത് എറണാകുളത്തും പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനങ്ങളൊരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നു. എറണാകുളം മണ്ഡലം എന്ന് പറയുമ്പോൾ നമുക്കൊരു വികസന മാതൃക തന്നെ മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു സ്ഥലമാണ്. ഇത്രയും നാൾ ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള വികസനം നടന്നിട്ടുണ്ടോ? അത് BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള വികസനമാണ് എറണാകുളത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഇൻഫാക്റ്റ് നമ്മൾ കുറച്ച് നാളത്തെ ഒരു 10 വർഷത്തെ അല്ലെങ്കിൽ ഒരു വലിയ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം നിയോജക മണ്ഡലത്തിന് കേരള നിയമസഭ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ MLAമാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവും. ഒരു കാര്യം നോക്കൂ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എറണാകുളം തുടങ്ങുന്നത് പോർട്ട് ഐലൻഡിൽ നിന്നാണ്. അവിടെയാണെങ്കിൽ നേവൽ ബേസ് ആയാലും പോർട്ട് ട്രസ്റ്റ് ആയാലും അതുപോലെ തന്നെ ഷിപ്പ് യാർഡ്, അതേപോലെ തന്നെ സിഫ്നെറ്റും CMFRA, ESI, GSTയുടെ ഓഫീസ്, ITയുടെ ഓഫീസ്, ഇതെല്ലാം കഴിഞ്ഞാൽ എറണാകുളം സിറ്റി ഓൾമോസ്റ്റ് ഡ്രൈ ലാൻഡാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ കൊണ്ടാണ് ഇവിടെ കൊച്ചിൻ അല്ലെങ്കിൽ എറണാകുളം നഗരം അല്ലെങ്കിൽ ഈ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നിലനിൽക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ഇവിടെ ഒരു വെള്ളക്കെട്ട് വന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു, MLA പരാജയപ്പെട്ടു. ഇവിടുത്തെ കളക്ടർ സുഹാസാണ് നേരത്തെ ഒരു ബ്രേക്ക് ത്രൂ പദ്ധതി, ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത് നടപ്പിലാക്കിയതും വിജയിപ്പിച്ചതും അതിനുവേണ്ടിയുള്ള ഫണ്ട് കൊടുത്തത് കേന്ദ്ര സർക്കാർ. അതുപോലെ തന്നെ ഇവിടെ വലിയ രീതിയിൽ ബ്രഹ്മപുരത്ത് കത്തിപ്പടർന്നപ്പോൾ കൊച്ചിൻ റിഫൈനറിയുടെ CSR ഫണ്ട് കൊണ്ടാണ് അത് വലിയ മാറ്റം ഉണ്ടാക്കിയത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടു. MLAയും വെറും നോക്കുകുത്തിയായി കാഴ്ചക്കാരായി നിൽക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട്. BJPയുടെ നേതൃത്വത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വലിയ വികസനത്തിൻ്റെ മാതൃക തീർച്ചയായും എറണാകുളത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത്രയും ദിവസത്തെ പ്രചാരണം നടന്നു, ഈ ജനങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ വോട്ടർമാരുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? എറണാകുളത്തെ വിദ്യാസമ്പന്നരായ ജനങ്ങൾ വളരെ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്നു. അവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വികസന മാതൃകയെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ ഈ ഒരു ഏറ്റവും മോശമായ അല്ലെങ്കിൽ ഏറ്റവും ഒരു എന്താ പറയുക, ഈ സംസ്ഥാനത്തെ കൊള്ളയടിച്ച സംസ്ഥാന ഭരണകൂടത്തിനെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധമുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ടൗൺ അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു 45% ഒരു കേരളത്തിൻ്റെ ബഡ്ജറ്റിലേക്ക് സംഭാവന ചെയ്യുന്ന ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല, പക്ഷേ അവിടെയും വികസനമില്ല. ഈ MLAയും പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മതതീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി UDF നടത്തുന്ന ഒരു വലിയ ഒരു ബന്ധം, അല്ലെങ്കിൽ അവർ അതിന് അടിമപ്പെട്ടു എന്നുള്ളത് സംസ്ഥാനത്തെ എല്ലാ ജനങ്ങൾക്കും എന്നപോലെ എറണാകുളത്തെ ജനങ്ങൾക്കും വലിയ എതിർപ്പുണ്ട്. അതുകൊണ്ട് തീർച്ചയായും അവരൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദി. എന്തായാലും എറണാകുളത്തെ വോട്ടർമാർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് NDA സ്ഥാനാർത്ഥി PR ശിവശങ്കരൻ പറയുന്നത്. അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ക്യാമറമാൻ അനന്തുവിനൊപ്പം നിഷ ദിലീപ്, ജനം, കൊച്ചി.